ഞാൻ ഞങ്ങളുടെ വീട്ടിലെ TV യൂണിറ്റിൻ്റെ പ്രയർ യൂണിറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ആരാണ് ഈ വർക്ക് ചെയ്തത്, നിങ്ങൾ എവിടെ നിന്നാണ് സാധനങ്ങൾ മേടിച്ചത്, എന്തൊക്കെയാണ് നിങ്ങൾ സാധനങ്ങൾ മേടിച്ചതെന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നു. എൻ്റെ സൗണ്ട് നോക്കണ്ട, അതൊന്ന് പോയതാണ്, തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന് ആരാണ് ഈ വർക്ക് ചെയ്തതെന്നാണ്. വേറെ ആരുമല്ല, ഞങ്ങളുടെ യോവലിലെ സ്വന്തം ഡില്ലൻ ചേട്ടനാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ആളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ അസിസ്റ്റന്റ്, ഹെൽപ്പർ എന്നൊക്കെ പറയും, അതാണ് മൈ വൺ ആൻഡ് ഓൺലി ഹസ്ബൻഡ്. പിന്നെ ഈ പ്രയർ യൂണിറ്റും TV യൂണിറ്റും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വേറെ ആരുമല്ല, ഞാനാണ്. ഇതിന് എന്നെ സഹായിച്ചത് പിൻട്രസ്റ്റും ChatGPT ആട്ടോ. ഈ കാണുന്ന വുഡ് പാനലിംഗ് ആണ് ഞങ്ങളൊരു ബോർഡറിന് വേണ്ടി യൂസ് ചെയ്തത് TV യൂണിറ്റിൻ്റെ പ്രയർ യൂണിറ്റിൻ്റെ. ഇത് ഞങ്ങൾ മേടിച്ച വാൾസ് ആൻഡ് ഫ്ലോർസ് എന്നൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. ഇതൊരു ഫ്ലെക്സിബിൾ വുഡ് പാനലിംഗ് ആണ്. ഇത് മേടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഫസ്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് 4 സാമ്പിൾ പീസുകൾ മേടിച്ചായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 മോഡൽ. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തതും. ഇതിന് അറൗണ്ട് ആയത് 200 പൗണ്ടാണ് 4 പീസസിനായതും. 240 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മാർബിൾ വാൾ പാനലിംഗ്. ഇത് ഞങ്ങൾ ഈസി പാനൽസ് എന്നൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നായിരുന്നു മേടിച്ചത്. ഇതും ഞങ്ങൾ സാമ്പിൾ പീസുകൾ ആദ്യം മേടിച്ചു. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് എൻഡ് ക്യാപ്പ് ട്രിമ്മാണ്. ഇതാണ് ആ കാണുന്നത്. ഒരു സൈഡ് ചെറുതും മറ്റേ സൈഡ് നീണ്ടിട്ടുമായിരിക്കും. ഇത് 10 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതാണ് നമ്മളൊരു ഫ്രെയിം പോലെ കൊടുക്കാൻ യൂസ് ചെയ്തത്. ഞങ്ങളുടെ തീം ഗോൾഡൻ ആയതുകൊണ്ട് ഞങ്ങൾ ഗോൾഡൻ ചൂസ് ചെയ്തു. ഇത് ആമസോൺ, eBay പോലുള്ള സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞങ്ങളിവിടെ നിയർ ബൈ ഉള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഇതാണ് ഞങ്ങൾ LED സ്ട്രിപ്പ് ഒട്ടിച്ച് പോകാനായിട്ട് യൂസ് ചെയ്ത ട്രിമ്മ്. ഇതും ആമസോൺ, eBayയിൽ അവൈലബിൾ ആണ്. ഇതിലൂടെയാണ് LED സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചത്. പിന്നെ LED സ്ട്രിപ്പ് അതും ആമസോണിൽ നിന്നായിരുന്നു മേടിച്ചത്. പിന്നെ വേണ്ടിയതെല്ലാം ഒട്ടിക്കാനായിട്ടുള്ളൊരു ഗ്ലൂ, അത് B&Qലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം.